കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സി മുകുന്ദന്റെ ബി.ജെ.പി മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. അത്തരം നേതാക്കൾക്ക് തെറ്റ് തിരുത്താനാണ് തന്റെ പോസ്റ്റ് എന്നും അദ്ദേഹം പ്രതികരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന സി മുകുന്ദൻ 2021 CPI സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെ ഇവിടെ 5 വർഷക്കാലം MLA. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജനാധിപത്യ ചേരിയിൽ നിന്നും വിട്ട് അദ്ദേഹം ബി.ജെ.പി സ്ഥാനാർത്ഥിയാവുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ മതേതര മുന്നണിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ചേരാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ സ്വയം പ്രഖ്യാപിത യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. അത് നമ്മുടെ നേതൃത്വം അംഗീകരിച്ചില്ല. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ആ ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം മതേതര ചേരിയാണോ ബി.ജെ.പി ചേരിയാണോ എന്ന് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം തിരിച്ചു വന്ന് ഒരു ദിവസം കൊണ്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബി.ജെ.പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സി മുകുന്ദൻ്റെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനോ പരിപാടിക്കോ പങ്കാളികളല്ലാത്ത നേതാക്കൾ അവരവരുടെ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതിനാണ്. ഇനി അങ്ങനെ തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി അക്കൗണ്ടബിലിറ്റി വേണം രാഷ്ട്രീയപരമായി. അതുകൊണ്ട് ഈ സി മുകുന്ദനെ പോലുള്ള ആളുകൾ ഡൽഹിക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്മുടെ നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരും സഹപ്രവർത്തകർക്കുള്ള ഒരു ആവേശത്തിനും അല്ലെങ്കിൽ ആത്മാർത്ഥതയ്ക്കും വേണ്ടി മാത്രമാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കാളികളാകാത്ത നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വീട്ടിലിരുന്ന് നടത്തിയാൽ മതിയെന്നും സുനിൽ ലാലൂർ പറഞ്ഞു. സി മുകുന്ദന്റെ വീട്ടിലെത്തി ജോസ് വള്ളൂർ ചർച്ച നടത്തിയതും ഡൽഹിയിൽ കൊണ്ടുപോയതും തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വാർത്തയായിരുന്നു. നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.